രണ്ടാമത്തെ കുഞ്ഞിനായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു പൊന്നുവും ഷെബിനും. മകളായ കാർത്തു ആഗ്രഹിച്ചതുപോലെ തന്നെ ബേബി വരാൻ പോവുകയാണ്. ഈ വിശേഷം അറിഞ്ഞപ്പോൾ മുതൽ അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അച്ഛനും അമ്മയും കുണുക്കനും കുണിക്കും കുഞ്ഞനുമെല്ലാം പൊന്നുവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. ആദ്യത്തേതുപോലെയല്ല, ഇത്തവണ തുടക്കം മുതലേ വയ്യായികകളാണ്. വയ്യാതെയാണെങ്കിലും വർക്കിന് പോകുന്നുണ്ടായിരുന്നു പൊന്നു എന്ന അഞ്ജന. വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെയായി പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോഴിതാ കുഞ്ഞിനെ നഷ്ടമായെന്നും ഇങ്ങനൊരു വിധി പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് പുതിയ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയാലേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകയുള്ളൂ. എനിക്കറിയില്ല ഏതവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നതെന്ന്. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് എൻ്റെ മൊത്തം കിളി പറഞ്ഞതാണ്. എൻ്റെ ലൈഫിലേക്ക് എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയില്ല. സ്കാനിങ്ങും ചെക്കപ്പും ഒക്കെ കഴിഞ്ഞ് എല്ലാം വിശദമായി തന്നെ പറയാം. കുഞ്ഞൻ വീട്ടിലുള്ളത് കൊണ്ട് കാർത്തു അവളോടൊപ്പമാണ് വരാൻ പറഞ്ഞത്. വിളിച്ചെങ്കിലും വന്നില്ല. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഓക്കെ ആകുമെന്ന് പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു എന്ന് പൊന്നു പറഞ്ഞിരുന്നു. തുടക്കത്തിൽ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല. ഓക്കെ ആകുമെന്നായിരുന്നു പ്രതീക്ഷ. പുതിയ ആൾ വരാൻ പോവുകയാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതങ്ങ് പോയി. പ്രതീക്ഷിക്കാതെ വന്നതായിരുന്നു. അതറിഞ്ഞപ്പോൾ കുറേ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നു. ആദ്യ സ്കാനിങ് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി പറഞ്ഞിരുന്നില്ല. ഗർഭപാത്രത്തിൻ്റെ ഷേപ്പിന് എന്തോ വ്യത്യാസം തോന്നുന്നുണ്ടെന്നും അബോർഷൻ ആവാതിരിക്കാൻ 3 ആഴ്ച ഇഞ്ചക്ഷൻ വെക്കാനും പറഞ്ഞിരുന്നു. അത് റെഡിയായി വന്നോളും എന്നായിരുന്നു പറഞ്ഞത്. 3 ആഴ്ച കഴിഞ്ഞ് ചെല്ലാനും പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു വയറുവേദന ഉണ്ടായതാണ്. എന്തോ ഭീകരമായ വേദനയായിരുന്നു അത്. ഏട്ടാ, ഈ ഉണ്ണിയെ കിട്ടില്ലേ എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഹാർട്ട് ബീറ്റൊക്കെ കേട്ടതിനാൽ ഉണ്ണി ഓക്കെ ആയിരിക്കുമെന്നാണ് കരുതിയത്. ബ്ലീഡിങ് കണ്ടതോടെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോയി. സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. തുടക്കത്തിലെ അതേ വളർച്ച മാത്രമേ കാണുന്നുള്ളൂ. ഹെൽത്തി അല്ലെന്ന് തോന്നുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഉണ്ണി ചവിട്ടല്ലേ, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടെന്ന് കാത്തു എൻ്റെ വയറിൽ തൊട്ട് ബേബിയോട് പറയുന്നുണ്ടായിരുന്നു. അന്ന് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. ഫുഡ് വരെ പുറത്തുനിന്ന് മേടിക്കുകയായിരുന്നു. മോളെയും വീട്ടിലെ കാര്യങ്ങളുമെല്ലാം ചെയ്തു. പൊതുവെ അത്ര പെട്ടെന്ന് തളരുന്ന ആളല്ല ഞാൻ. ഇത് വിധിച്ചിട്ടില്ലെന്ന് കരുതി ആശ്വാസം കണ്ടെത്താറുള്ളതാണ്. കാർത്തുവിനോട് എന്തു പറയും എന്നോർത്തുള്ള ടെൻഷനിലായിരുന്നു. ഇപ്പോൾ ഉണ്ണിയെക്കുറിച്ചൊന്നും മോൾ ചോദിക്കുന്നില്ല. അവൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്നറിയില്ല. കുറച്ച് വിശ്രമിച്ചപ്പോൾ വയറുവേദന കുറഞ്ഞിരുന്നു. പിന്നീട് പോയി സ്കാൻ ചെയ്തപ്പോഴും ബേബിക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ അതേ വളർച്ചയായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ടായിരിക്കാം ഇത് പോവാത്തത്. ആ മരുന്നുകളൊക്കെ നമുക്ക് നിർത്താമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. സാരമില്ല, വിഷമിക്കേണ്ട, ഹെൽത്തിയായ ഒരു ബേബിയെ വൈകാതെ തന്നെ കിട്ടും. സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയതിനെക്കുറിച്ചായിരുന്നു പൊന്നുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ വീഡിയോയ്ക്ക് തൊട്ട് താഴെ വന്ന കമൻസുകളെല്ലാം തന്നെ. പൊന്നുവിൻ്റെ സഹോദരിയായ കുഞ്ഞനും ഇപ്പോൾ ഗർഭിണിയാണ്. രണ്ടുപേരും ഒരുമിച്ച് ഗർഭിണിയായതിൻ്റെ സന്തോഷത്തിലായിരുന്നു വീട്ടുകാരും. ഉപ്പുമുളകുമെന്ന യൂട്യൂബ് ഫാമിലിയിലൂടെയാണ് പൊന്നുവും കുഞ്ഞനും എല്ലാവരും തന്നെ പ്രശസ്തയായത്.